ഇതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നമ്മുടെ മുന്നിലേക്ക് വരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കാണുകയുണ്ടായി, ഇടുക്കി ചിന്നക്കനാലിൽ നാട്ടുകാർ ഓമനപ്പേരിട്ട് വിളിക്കുന്ന രണ്ട് ആനകൾ, കൊമ്പനാനകൾ ഏറ്റുമുട്ടിയെന്നും അതിൽ ഒരു കൊമ്പനാനയുടെ ആക്രമണത്തിൽ വലിയ പരിക്കേറ്റ് മുറിവാലൻ കൊമ്പൻ എന്ന ഓമനപ്പേരിട്ട് വിളിക്കുന്ന ആന നിലത്ത് വീണുവെന്നും പിന്നീട് അത് വലിയ ക്ഷീണാവസ്ഥയിൽ പോയി എന്നും അത് ചെരിഞ്ഞുവെന്നുമുള്ള വാർത്ത. അങ്ങനെ ചെരിഞ്ഞ ആ വാർത്ത സംപ്രേഷണം ചെയ്ത സമയത്ത് ഈ വാർത്ത വായിച്ചുകൊണ്ടിരുന്ന ഇതേ അവതാരകനായ ഞാൻ തന്നെ അന്ന് പറഞ്ഞത്, കാട്ടിൽ കൊമ്പനാനകൾ പരസ്പരം ഏറ്റുമുട്ടും, അതിൽ വലിയ പരിക്കേൽക്കുന്ന ആന വീണു പോവുക എന്ന് പറയുന്നത് കാടിൻ്റെ നീതിയാണ്. അങ്ങനെ വീഴുന്ന ആനയെ സിംഹങ്ങളോ പുലികളോ വന്ന് ആക്രമിച്ച് ജീവനോടെ തന്നെ അതിനെ കൊന്നു തിന്നുന്ന അവസ്ഥയുണ്ട്. ഹയനകൾ അതിനുവേണ്ടി കാത്തു നിൽക്കുന്നു. അങ്ങനെയാണ് കാട്ടിലെ ജീവികൾക്ക് പലപ്പോഴും വലിയ രീതിയിലുള്ള ആഹാരം കിട്ടുന്നത്. അതിൽ വലിയ ദുഃഖത്തിൻ്റെ അംശമില്ല. പക്ഷെ നമ്മൾ നാടിൻ്റെ നീതിയും പാപ്പാന്മാരും വനം വകുപ്പും ഒക്കെ ഉള്ള ഒരു സംവിധാനമായതുകൊണ്ട് വീണ് കിടന്ന ആ ആനയെ പരിശോധിക്കുകയും അതിന് ചികിത്സ നൽകുകയും ഒക്കെ ചെയ്തു. പക്ഷേ അത് ചെരിഞ്ഞു. പക്ഷെ ചെരിഞ്ഞു കഴിഞ്ഞപ്പോൾ വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ വിവരങ്ങൾ വരുന്നു. ആനയുടെ ശരീരത്തിൽ നിന്ന് വെടിയുണ്ടകൾ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത. ബിനീഷ് ആന്റണി ഇടുക്കിയിൽ നിന്ന് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. വെടിയുണ്ട എന്ന് പറയുമ്പോൾ അത് പെല്ലറ്റ് ആണ്. എത്ര പെല്ലറ്റുകൾ ഉണ്ട്? എന്താണ് ഈ വാർത്തയുടെ പ്രാധാന്യം, ബിനീഷ് ആന്റണി? ബനേഷ്, ഈ കഴിഞ്ഞ 21-നാണ് ഈ രണ്ട് ഒറ്റയന്മാർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ മുറിവാലിന് ഗുരുതര പരിക്കേൽക്കുന്നത്. അതിനുശേഷം ഇടതുകാലിന്റെ ചലനശേഷി നഷ്ടമായതോടെയാണ് ഈ മുറിവാലൻ 60 ഏക്കറിന് സമീപമുള്ള ചോലയിൽ വീഴുന്നത്. മുറിവുകളുടെ അണുബാധയും അവസ്ഥവശലാകാൻ കാരണമായി. ഏതായാലും ഇതിൽ പ്രത്യേകമായി എടുത്തു പറയേണ്ടത്, കരളിനേറ്റ ക്ഷതമാണ് മുറിവാലൻ കൊമ്പന്റെ മരണകാരണമെന്നാണ് നിഗമനം. ചക്കക്കൊമ്പന്റെ നീണ്ട കൊമ്പുകൾ ആഴ്ന്നിറങ്ങിയാണ് മുറിവാലിന്റെ കരളിന് പരിക്കേറ്റത്. വാരിയലുകൾക്കും പൊട്ടലുണ്ടായിട്ടുണ്ട്. അതുകൂടെ ഏറ്റവും വലിയൊരു ദുരൂഹത ഏറുന്നത്, ഈ കൊമ്പന്റെ ജഡത്തിൽ നിന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കൊമ്പന്റെ ജഡത്തിൽ നിന്നും 20 പെല്ലറ്റുകൾ കണ്ടെത്തിയെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇതിൽ 19 പെല്ലറ്റുകളും ആനകളെ ഓടിക്കാൻ ഉപയോഗിക്കുന്ന 12 ബാർ തോക്കുകളിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ബുള്ളറ്റുകളാണ് എന്നാണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. വന്യജീവികളെ തുരത്താനായി വനംവകുപ്പ് ഉപയോഗിക്കുന്ന തോക്കുകളാണ് ഈ 12 ബാർ ആക്ഷൻ തോക്കുകൾ. ദേവികുളം റേഞ്ചിൽ 4 12 ബാർ തോക്കുകളാണ് ഉള്ളത്. എന്നാൽ ഇവ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. മുറിവാലൻ കൊമ്പന്റെ ശരീരത്തിലുള്ള പെല്ലറ്റുകൾ എയർഗൺ പോലുള്ള തോക്കുകൾ ഉപയോഗിച്ച് വെടിവെച്ചതാകാം എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒരു നിഗമനം. ഇടത്തരം വലിപ്പമുള്ള ഒരു പെല്ലറ്റും മുറിവാലിന്റെ ശരീരത്തിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഈ പെല്ലറ്റുകളൊന്നും ആനയുടെ ആന്തരികാവയവങ്ങളിൽ ക്ഷതമേൽപ്പിക്കുന്ന തരത്തിലുള്ളവയല്ലെന്നാണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഇന്നായിരുന്നു ഈ പോസ്റ്റ്മോർട്ടം നടന്നത്. വനംവകുപ്പ് ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്കറിയ, അതോടൊപ്പം തന്നെ വനംവകുപ്പ് വെറ്റിനറി സർജൻമാരായ ബി കുമാർ, അനുരാജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ പോസ്റ്റ്മോർട്ടം നടത്തിയത്. ഏതായാലും ഈ കരളിനേറ്റ ഒരു ക്ഷതം തന്നെയാണ് ഈ മുറിവാലൻ കൊമ്പന്റെ മരണകാരണം. കൂടാതെ ഈ പെല്ലറ്റുകൾ എവിടെ നിന്നാണ് എന്നുള്ളൊരു അന്വേഷണത്തിലേക്ക് ഇനി വനംവകുപ്പിന് നീങ്ങേണ്ടിയിരിക്കുന്നു. കാരണം വനംവകുപ്പ് ഉപയോഗിക്കുന്ന ഈ തോക്കുകൾ പോലുള്ള അതേ പെല്ലറ്റുകളാണ് ഈ ആനയുടെ ശരീരത്തിൽ നിന്നും ഈ 19 പെല്ലറ്റുകൾ കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള എയർഗൺ ഉപയോഗിച്ചായിരിക്കും ഇത്തരം വെടിയുണ്ടകൾ ആനയുടെ നേരെ ഉതിർത്തുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്കും ഇനി പോകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ദിനേഷ്, ശരി, വലിയ ദുരൂഹത ഈ വാർത്തയുടെ പിറകിലുണ്ട്. മറ്റൊരു കൊമ്പനാനയുമായി ഏറ്റുമുട്ടി വീണ മുറിവാലൻ കൊമ്പൻ ചെരിഞ്ഞു. ആ ചെരിഞ്ഞ ആനയെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ അതിൻ്റെ ശരീരത്തിൽ നിന്ന് 20ഓളം പെല്ലറ്റുകൾ കണ്ടെത്തിയിരിക്കുന്നു. ആ 20 പെല്ലറ്റുകൾ ആരാണ് ആനയുടെ നേരെ പ്രയോഗിച്ചത് എന്നുള്ളത് സംശയാസ്പദമാണ്. വനം വകുപ്പ് അതിൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല, ആനക്കൊമ്പ് വേട്ട അടക്കമുള്ളവ ഇപ്പോഴും പലയിടങ്ങളിലും കേരളത്തിലടക്കം തമിഴ്നാട്ടിലടക്കം വനപ്രദേശങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ആനക്കൊമ്പിന് സ്വർണത്തേക്കാൾ വലിയ വില ഉള്ള ഒരു കാലഘട്ടമാണ് അത് കൈമാറിയതിൻ്റെ പേരിൽ താരരാജാക്കന്മാർ വരെ നിയമ നടപടിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്.